Hi everyone, welcome back to a new video. In this video we are going to a new lesson, A Shipwrecked Sailor, written by Gabriel Garcia Marquez. Gabriel Garcia Marquez എഴുതിയ A Shipwrecked Sailor എന്ന സ്റ്റോറിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. My first impression was that I was utterly alone in the middle of the ocean. The ship plunged into an abyss and disappeared. I had no idea what was happening. I took hold of one of the bobbing crates and stupidly began to contemplate the sea. It was a perfectly clear day except for the choppy waves produced by the wind and the cargo scattered across the surface. There was no evidence of a shipwreck. Soon I began to hear shouts nearby. Through the sharp whistling of the wind, I recognized the voice of Julio Amador Carabello, the tall, well-built officer who was yelling at someone, "Fatso, hold there!" My first impression was that. എൻ്റെ ആദ്യത്തെ തോന്നൽ. So who is the narrator of this story? Of course it is Luis Alessandro Velasco. Velasco പറയുന്നു, എൻ്റെ ആദ്യത്തെ തോന്നൽ ഞാൻ ഈ കടലിന്റെ നടുക്ക് തനിച്ചാണ് എന്നായിരുന്നു. She plunged into an abyss and disappeared. കപ്പൽ വലിയൊരു ഗർത്തത്തിലോട്ട് താഴ്ന്നു പോയി. Plunged into an abyss means വലിയൊരു അഗാധമായ ഗർത്തം, that is abyss. Plunged means ഉള്ളിലോട്ട് ഇറങ്ങിപ്പോയി. And disappeared. ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ഷിപ്പ് അപ്രത്യക്ഷമായി കടലിൽ. I had no idea what was happening. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കൊരു നിമിഷം മനസ്സിലാക്കാൻ പോലും സാധിച്ചില്ല. I took hold of one of the bobbing crates. ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു? വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ആദ്യം ശ്രമിക്കുക എന്താണ്? എന്തിനെങ്കിലും മേലെ ഒരു പിടിവള്ളി അല്ലേ കിട്ടാൻ വേണ്ടിയാണ് ആദ്യം ശ്രമിക്കുക. അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? He got one of the bobbing crates. Bobbing crates means box which was moving. കടലിലൂടെ ഇവരുടെ ഷിപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ബോക്സ് ആവാം, ചരക്ക് കപ്പലിനകത്ത് ഉണ്ടാവുന്ന സാധനങ്ങൾ സൂക്ഷിച്ച പെട്ടിയാവാം, അല്ലെങ്കിൽ കാലിപ്പെട്ടിയാവാം. അത്തരത്തിലുള്ളൊരു bobbing means moving. Crate means a box. He got one of the bobbing crates and he took hold of that. ആ പെട്ടിയിൽ അദ്ദേഹം കയറി പിടിച്ചു. And stupidly began to contemplate the sea. ആ കടലിൽ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. What to do next? അടുത്ത് എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്താകുഴപ്പത്തിലായി. It was a perfectly clear day. ആകാശം നല്ല തെളിഞ്ഞിരുന്നൊരു ദിവസമായിരുന്നു അത്. Except for the choppy waves produced by the wind. എന്നിരുന്നാലും കാറ്റടിക്കുന്നത് കാരണം വലിയ വലിയ തിരമാലകൾ വന്നുകൊണ്ടേയിരുന്നു. And the cargo scattered across the surface. There was no evidence of a shipwreck. അവരുടെ കപ്പലിലുണ്ടായിരുന്ന ചരക്കുകൾ scattered across the surface of that sea. കടലിലെ മുകൾ ഭാഗത്ത് ഒഴുകിക്കൊണ്ടേയിരുന്നു. And there was no evidence of a shipwreck. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു കപ്പൽ അപകടം നടന്നതായിട്ടുള്ള യാതൊരു തെളിവും തന്നെ കാണാൻ സാധിക്കില്ല. കാരണം കപ്പൽ പൂർണ്ണമായും കടലിനടിയിലോട്ട് മുങ്ങിപ്പോയിരിക്കുന്നു. Soon I began to hear shouts nearby. പെട്ടെന്ന് തന്നെ ഞാൻ അടുത്തു നിന്നും എൻ്റെ നാവികരുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. Through the sharp whistling of the wind, I recognized the voice of Julio Amador Carabello. വലിയ ശക്തമായിട്ടുള്ള കാറ്റിൻ്റെ വിസിലിംഗ് സൗണ്ട് ഉണ്ടെങ്കിലും അതിനിടയിലൂടെ ഞാൻ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഹൂലിയോ ആമഡോർ കാരബെല്ലോ, ഇവിടെ ജെ കാണാം, ബട്ട് ദ പ്രൊണൗൺസിയേഷൻ ഈസ് ഹ, ബിക്കോസ് ദിസ് നെയിം ഈസ് ഫ്രം സ്പാനിഷ്. സ്പാനിഷ് ലാംഗ്വേജിൽ ജെ എന്നുള്ള സ്ഥാനത്ത് എച്ച് എന്നുള്ള സൗണ്ടാണ് പ്രൊണൗൺസ് ചെയ്തത്. ദാറ്റ് ഈസ് വൈ ഹൂലിയോ ആമഡോർ കാരബെല്ലോ എന്ന് പറയുന്ന ദ ടോൾ വെൽ ബിൽറ്റ് ഓഫീസർ, നല്ല പൊക്കമുള്ള നല്ല ആരോഗ്യമുള്ള ഒരു ഓഫീസർ എന്ത് ചെയ്യാണ്? ഹി വാസ് യെല്ലിംഗ് അറ്റ് സമ്മൺ. അദ്ദേഹം ആരോടോ വിളിച്ചു പറയുകയാണ്. ഹി വാസ് ഷൗട്ടിംഗ് അറ്റ് സമ്മൺ, "ഫാറ്റ്സോ, ഹോൾഡ് ദേർ." ഫാറ്റ്സോ മീൻസ് നല്ല തടിയുള്ള തടിയ, ഹോൾഡ് ദേർ, അവിടെ തന്നെ പിടിച്ചു നിൽക്ക് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു. ഇറ്റ് വാസ് ആസ് ഇഫ് ഇൻ ദാറ്റ് ഇൻസ്റ്റന്റ് ഐ ഹാഡ് അവേക്കൻഡ് ഫ്രം എ മൊമെന്റ്സ് ഡീപ് സ്ലീപ്പ്. ഇത് കേട്ട സമയത്ത് ഞാൻ പെട്ടെന്നൊരു ഉറക്കത്തിൽ നിന്നും മയങ്ങി എഴുന്നേറ്റ പോലെ എനിക്ക് വീണ്ടും ഒരു ഉണർവുണ്ടായി പറയാണ്. ആരുടെ? തൻ്റെ ഈ സുഹൃത്തിൻ്റെ ഷൗട്ടിങ് കേട്ടപ്പോൾ. ഇറ്റ് ഡോൺഡ് ഓൺ മീ ദാറ്റ് ഐ വാസ് ഇൻ അലോൺ ഇൻ ദ സീ. പെട്ടെന്ന് എനിക്ക് എന്ത് തിരിച്ചറിവുണ്ടായി? കടലിൽ ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ മുഴുവൻ ഈ കപ്പൽ അപകടത്തിൽപ്പെട്ട് ഈ കടലിൽ വീണിട്ടുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി.
They're only a few meters away. My mates were shouting to one another and trying to stay afloat. കുറച്ച് മീറ്ററുകൾക്ക് അകലെയായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഷിപ്മേറ്റ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്യുകയും കടലിൽ പൊങ്ങി നിൽക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുകയും ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു. Quickly I began to think I couldn't swim in just any direction. പെട്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഏതെങ്കിലും ഒരു പ്രത്യേക ദിശയിൽ എനിക്ക് നീന്തി ചെല്ലാൻ സാധിക്കില്ല. Why? Because I knew we were about 50 miles from Cartagena. കാർട്ടജീന എന്ന് പറഞ്ഞൊരു പോർട്ടാണ് ഇവരിപ്പോൾ വീണ സ്ഥലത്തു നിന്നും അടുത്തായിട്ടുള്ളൊരു പോർട്ട്, ഒരു തുറമുഖം. അത് 50 മൈലുകൾ ദൂരെയാണ്. 50 മൈൽസ്. അത്രയും ദൂരം ഒരിക്കലും ഒരു മനുഷ്യനും നീന്തി എത്താൻ സാധിക്കില്ല, അതും കടലിലൂടെ. ബട്ട് ഐ വാസ് നോട്ട് യെറ്റ് ഫ്രൈറ്റൻഡ്. എന്നിരുന്നാലും ഞാൻ ഭയപ്പെട്ടില്ല. ഫോർ എ മൊമെന്റ് ഐ തോട്ട് ഐ കുഡ് ഹോൾഡ് ഓൺ ടു ദി ക്രേറ്റ് ഇൻഡെഫിനറ്റ്ലി. ഞാൻ എന്ത് ചിന്തിച്ചു, എത്ര സമയം എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ ഈ ക്രേറ്റ് മീൻസ് ദാറ്റ് ബോക്സ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു ബോക്സിന് അദ്ദേഹം പിടിച്ചു നിൽക്കുകയാണ്. ആ ബോക്സിൽ എപ്പോഴാണോ എനിക്ക് സഹായം എത്തിക്കുന്നത് അത്രയും സമയം വരെ എനിക്ക് അതിന്റെ മുകളിൽ തന്നെ പിടിച്ചു നിൽക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ദിസ് ഇസ് എ പിക്ചർ ഓഫ് ഷിപ്രാക്ക്. അദ്ദേഹത്തിന്റെ കപ്പൽ തകർച്ചയുടെ ഒരു പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ. അണ്ടിൽ ഹെൽപ്പ് അറൈവ്ഡ്, അതായത് എനിക്ക് സഹായം എപ്പോൾ ലഭിക്കുന്നോ അത്രയും സമയം ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു ബോക്സിൽ പിടിച്ചു നിൽക്കാമെന്ന് തീരുമാനിച്ചു. It was reassuring to know that all around me other sailors were in the same predicament. എൻ്റെ അതേ വിഷമാവസ്ഥയിലായിരുന്നു, സെയിം പ്രെഡിക്കമെന്റിലായിരുന്നു എൻ്റെ ബാക്കിയുള്ള ഫെലോ സെയിലേഴ്സിന് കൂടിയും തിരിച്ചറിഞ്ഞപ്പോൾ അതെനിക്കൊരു ആശ്വാസമായി മാറി. എല്ലാവരും ഒരേ പ്രശ്നമാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു, സോ ഐ ഓൾസോ ഹാവ് ടു ഫൈറ്റ് എന്നുള്ളൊരു തീരുമാനം അദ്ദേഹത്തിന് വന്നു. ദാറ്റ് വാസ് വെൻ ഐ സോ ദ റാഫ്റ്റ്. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്ത് കാണുന്നു, ലൈഫ് റാഫ്റ്റ്. ലൈഫ് റാഫ്റ്റ് മീൻസ് ലൈഫ് ബോട്ട്. There were 2 life rafts about 7 meters apart. 7 മീറ്റർ അകലെയായി 2 ലൈഫ് ബോട്ട് കണ്ടു. They appeared unexpectedly on the crest of a wave. അപ്രതീക്ഷിതമായി ഒരു തിരമാലയുടെ ഏറ്റവും ടോപ്പിലായിട്ട് ആ ലൈഫ് ബോട്ട് പൊങ്ങി വന്നായിരുന്നു. Near where my mates were calling out. എൻ്റെ സുഹൃത്തുക്കൾ സഹായത്തിനു വേണ്ടി വിലപിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു ലൈഫ് ബോട്ട്. It seemed odd that none of them could reach the life rafts. വളരെ വിഷമിപ്പിക്കുന്ന കാര്യം, ആർക്കും തന്നെ, ഒരു സുഹൃത്തുക്കളും തന്നെ എത്താൻ പറ്റുന്ന ദൂരത്തിലായിരുന്നില്ല ആ ലൈഫ് ബോട്ട്സ്. In an instant, one of the rafts disappeared from view. പെട്ടെന്ന് തന്നെ 2 ബോട്ടുകളിൽ ഒരു ബോട്ട് കാഴ്ചയിൽ നിന്നും മറഞ്ഞു. I couldn't decide. I found myself swimming towards the one I could see. എനിക്കൊന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും. എന്തായാലും ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ബോട്ടിന് നേരെ നീന്താൻ വേണ്ടി ആരംഭിച്ചു. Which was moving farther away from me. I swam for about 3 minutes. ഞാൻ നീന്തി ചെല്ലുന്നതനുസരിച്ചിട്ട് ആ ബോട്ടിൽ നിന്നും ദൂരേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ഞാൻ 3 മിനിറ്റ് സമയത്ത് എന്ത് ചെയ്തു, നീന്തി ബോട്ടിനടുത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു. I lost sight of the raft momentarily. പെട്ടെന്ന് ആ ലൈഫ് ബോട്ട് അപ്രത്യക്ഷമായി. But I was careful not to lose my bearings. എന്നിരുന്നാലും ഞാൻ എന്തിന് വശമതനായില്ല? Not to lose my bearings means ഞാൻ എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തില്ല. ഇറ്റ്സ് എ യൂസേജ്. Okay, it's like an idiom. Not to lose my bearings means I'm not ready to surrender. Suddenly a rough wave pushed the rafts alongside me. പെട്ടെന്ന് തന്നെ ഒരു വേവ് എൻ്റെ അടുത്തോട്ട് ആ ബോട്ടിനെ തള്ളി തന്നു. It was huge, white and empty. അത്യാവശ്യം വലുപ്പമുള്ള വെള്ള നിറത്തിലുള്ള കാലിയായൊരു ലൈഫ് ബോട്ടായിരുന്നു അത്. I struggled to grab the rigging and jump aboard. I struggled to grab rigging. Rigging means ഈ കപ്പലിനകത്തുണ്ടായിരുന്ന റോപ്സും പായക്കപ്പൽ എന്ന് പറയും അല്ലെ, അതിനകത്തുണ്ടായിരുന്ന ബാക്കി ഐറ്റംസ് അല്ലെ, ഈ റോപ്പ് അടക്കമുള്ള സാധനങ്ങളെയാണ് റിഗിംഗ് എന്ന് പറയുന്നത്. He tried to grab rigging. അതിന്റെ ആ കയറ് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. And jump aboard. അതിലോട്ട് ചാടി കടക്കാൻ വേണ്ടി ശ്രമിച്ചു. I made it on the 3rd try. 3ാമത്തെ ശ്രമത്തിൽ അദ്ദേഹം അത് ബോട്ടിനകത്ത് കയറിപ്പറ്റി. Once on the raft, panting, whipped by the wind, immobilized and freezing, I found it hard to sit up. ഒരുപാട് കഷ്ടപ്പെട്ട് ആ ബോട്ടിനകത്ത് കയറി കഴിഞ്ഞ ശേഷമാണ് he realized that he was panting heavily. What is panting? വല്ലാണ്ട് കിതയ്ക്കുന്നുണ്ടായിരുന്നു. Whipped by the wind. ഒരുപാട് കാറ്റേറ്റ് ക്ഷീണിതനായിരുന്നു. He was immobilized and freezing. തണുത്ത് വിറച്ച് അനങ്ങാനാവാതെ, മൂവ് ചെയ്യാനാവാതെ അദ്ദേഹം ആ ബോട്ടിനകത്ത് ഭയങ്കരമായി ബ്രീത്ത് ചെയ്തുകൊണ്ടിരുന്നു. He was actually panting. I found it hard to sit up. ആ ബോട്ടിലൊന്നും ഇരിക്കാൻ പോലും പറ്റാത്ത അത്രയും ടയർഡായിരുന്നു അദ്ദേഹം. Then I saw 3 of my mates
near the raft trying to reach it. I recognized them immediately. Casilo had a firm grip around Caraballo's neck. എനിക്ക് പെട്ടെന്ന് തന്നെ രണ്ടുപേരെയും തിരിച്ചറിയാൻ സാധിച്ചു. കാസിലോ കാരബെല്ലോയുടെ കഴുത്തിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട്. Caraballo, who had been on watch when the accident occurred, was wearing his life jacket. കാരബെല്ലോ ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നു. കാരണം ഈ അപകടം സംഭവിക്കുന്ന സമയത്ത് കാരബെല്ലോ ആയിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നാവികൻ. So he had his life jacket. He yelled, "Hold on tight, Casilo!" They floated amid the scattered cargo. So Caraballo was yelling, "Hold on tight, Casilo!" Casilo എന്നെ മുറുക്കെ പിടിക്കുമെന്ന് കാരബെല്ലോ വിളിച്ചു പറയുന്നുണ്ട്. They floated amid the scattered cargo about 10 meters away. അവരുടെ 10 മീറ്റർ ദൂരെയായിട്ട് കപ്പലുണ്ടായിരുന്ന ചരക്കുകളും കപ്പലിൽ കൂടി ഇവരുടെ കൂട്ടത്തിൽ ഒഴുകി നടക്കുന്നുണ്ട്. On the other side was Luis Rengifo, trying to stay above water with his headphones aloft in his right hand. He had stripped off his shirt so that he could swim better, but he had lost his life jacket. ഇവർ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത അപ്പുറത്തെ സൈഡിലായിട്ട് ലൂയിസ് റെഞ്ചിഫോ എന്ന് പറഞ്ഞ സഹനാവികൻ അദ്ദേഹത്തിൻ്റെ ഹെഡ്ഫോൺസ് വലത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇവരുടെ അടുത്തോട്ട് നീന്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അയാളുടെ ഷർട്ട് അയച്ചു വെച്ചിരുന്നു. ഹി ഹാഡ് സ്ട്രിപ്ഡ് ഓഫ് ഹിസ് ഷർട്ട് സോ ദാറ്റ് ഹീ കുഡ് സ്വിം ബെറ്റർ. വസ്ത്രം ധരിച്ചിട്ട് നമുക്ക് നീന്താൻ വളരെ പ്രയാസമാണ്. വസ്ത്രത്തിൽ വെള്ളം ഉണ്ടാകുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടെ കൂടും. സോ ലൂയിസ് റെഞ്ചിഫോ തൻ്റെ ഷർട്ട് അയച്ചു വെച്ചിട്ട് സ്പീഡിൽ നീന്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് ലൈഫ് ജാക്കറ്റ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലൈഫ് ജാക്കറ്റ് നഷ്ടപ്പെട്ടിരുന്നു. ഈവൻ ഇഫ് ഐ ഹാഡൻ സീൻ ഹിം, I would have recognized his cry. "Fatso! Paddle over here!" എനിക്ക് ലൂയിസ് റെഞ്ചിഫോയെ കാണാൻ സാധിച്ചിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കരച്ചിൽ ഞാൻ തിരിച്ചറിഞ്ഞു. I quickly grabbed the oars and tried to get closer to the men. ഞാൻ പെട്ടെന്ന് തന്നെ ലൈഫ് ബോട്ടിലുണ്ടായിരുന്ന ഓൾസ് എടുത്തുകൊണ്ട് തുഴഞ്ഞ് എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു. What is oars? Oars means വഞ്ചിയിലെ തുഴ. Caraballo with Casilo clinging to his neck near the raft. കാരബെല്ലോയും കാസിലോയും എൻ്റെ ലൈഫ് റാഫ്റ്റിൻ്റെ തൊട്ടടുത്തെത്തി. Much farther away, looking small and desolate, was the fourth of my mates, Raymond Herrera, who was waving at me while he held onto a crate. കുറേ ദൂരെയായി വളരെ ചെറുതായി ഒറ്റപ്പെട്ടുകൊണ്ട് എൻ്റെ നാലാമത്തെ മെയ്റ്റിനെ ഞാൻ കാണാൻ പറ്റി. എനിക്ക് അയാളുടെ പേര് റേമൺ ഹെറേറ എന്നായിരുന്നു. ഹി വാസ് വേവിങ് അറ്റ് മീ. അദ്ദേഹം എന്നോട് കൈവീശുന്നുണ്ടായിരുന്നു. വൈൽ ഹി വാസ് ഹെൽഡ് ഓൺ ടു എ ക്രേറ്റ്. ഒരു മരപ്പെട്ടിയിൽ പിടിച്ചിരുന്നുകൊണ്ട് എൻ്റെ നേരെ അദ്ദേഹം കൈവീശിക്കൊണ്ടിരിക്കുകയാണ്. ഇഫ് ഐ ഹാഡ് ടു ഡിസൈഡ്, ഐ വുഡന്റ് ഹാവ് നോൺ വിച്ച് ഓഫ് മൈ മേറ്റ്സ് ടു ഗോ ആഫ്റ്റർ ഫസ്റ്റ്. എനിക്ക് തീരുമാനിക്കാനേ സാധിച്ചില്ല ആദ്യം ആരുടെ അടുത്തേക്ക് പോയി ആര് രക്ഷപ്പെടുത്തുമെന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റിയില്ല. But when I saw Herrera, the happy young man from Arjona, who had been with me only a few moments before, I began to paddle furiously. പക്ഷേ ഹെറേറയെ കണ്ടപ്പോൾ, ഹെറേറ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് നോക്കാം. ഹാപ്പി യങ് മാൻ ഫ്രം അർജോന. അർജോനയിൽ നിന്നുള്ള എപ്പോഴും ഹാപ്പി ആയിട്ട് ഒരു ചെറുപ്പക്കാരൻ. That was Raymond Herrera, who had been with me only a few moments before. എൻ്റെ കൂടെ ഒരു നിമിഷം മുമ്പ് അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് ഷിപ്പിൽ സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു. ഐ ബിഗാൻ ടു പാഡൽ ഫ്യൂരിയസ്ലി. ഇതോർത്തപ്പോൾ എത്ര നിമിഷം നേരം കൊണ്ടാണ് എല്ലാം മാറി മറിഞ്ഞത്. എല്ലാവരുടെയും ജീവൻ ഒരു ചെറിയ ഒരു ലൈഫ് ബോട്ടിൻ്റെ മുകളിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുകയാണ്. ബട്ട് ദ ലൈഫ് റാഫ്റ്റ് വാസ് ഓൾമോസ്റ്റ് 2 meters ലോങ്. ഹി ബിഗാൻ ടു പാഡൽ ഫ്യൂരിയസ്ലി. വളരെ ശക്തമായിട്ട് തുഴയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും സാധിക്കുന്നില്ല. ബിക്കോസ് ദ ലൈഫ് റാഫ്റ്റ് വാസ് ഓൾമോസ്റ്റ് 2 meters ലോങ്. 2 മീറ്ററോളം നീളം ഉണ്ടായിരുന്നു ലൈഫ് റാഫ്റ്റിന്. It was very heavy in the lurking sea. ആ ആടി ഒലയുന്ന കടലിൽ ഭയങ്കര ഭാരമുള്ളതായിട്ട് തോന്നി. കാറ്റും തിരമാലകളും കാരണം മുന്നോട്ട് നീങ്ങുന്നില്ല ലൈഫ് റാഫ്റ്റ്. I had to row against the wind. കൂടാതെ ഈ ശക്തമായിട്ട് അടിക്കുന്ന കാറ്റിനെതിരെ വേണം എനിക്ക് തുഴഞ്ഞു പോകാനായിട്ട്. I don't think I managed to advance more than a meter. 1 മീറ്ററിൽ അധികമായിട്ട് പോലും എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Desperate, I looked around once more and saw that Herrera had disappeared. വളരെ നിരാശനായി എൻ്റെ ഉദ്യമം മുന്നോട്ട് പോകാതായപ്പോൾ ഞാൻ ചുറ്റും നോക്കി. ഹെറേറയെ കാണാനേ സാധിക്കുന്നില്ല. ഹെറേറ അപ്രത്യക്ഷനായിരിക്കുന്നു. Only Rengifo was swimming confidently towards the raft. Rengifo മാത്രമാണ് നന്നായി റാഫ്റ്റിന് നേരെ നീന്തിക്കൊണ്ടുവരുന്നത്. I was sure he would make it. Rengifo തീർച്ചയായും എൻ്റെ ലൈഫ് ബോട്ടിൽ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. I had heard him
snoring below my bunk, and I was convinced that his serenity was stronger than the sea. ഞാൻ പലപ്പോഴായി രഞ്ജിഫോ കിടന്നുറങ്ങുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ബങ്കിൽ കിടന്നുറങ്ങുമ്പോൾ അയാൾ കുറുക്കം വലിക്കുന്നത് കേൾക്കാറുണ്ടായിരുന്നു. അയാളുടെ ശാന്തത കടലിനെക്കാട്ടിലും കൂടുതലുണ്ടെന്ന്, അല്ലെങ്കിൽ കടലിനെക്കാട്ടും വലിയ ശാന്തതയുള്ള ഒരു മനുഷ്യനായിരുന്നു രഞ്ജിഫോ എന്ന് എനിക്കറിയാമായിരുന്നു, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. In contrast, Carabello was struggling with Cassillo so that Cassillo wouldn't let go of his neck. ഇതിന് നേരെ വിപരീതമായി കാരബെല്ലോയും കാസിലോയും വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യായിരുന്നു. കാസിലോ wouldn't let go of his neck. കാസിലോ കാരബെല്ലോയുടെ കഴുത്തിൽ നിന്നും പിടിവിടാണ്ടിരിക്കാൻ വേണ്ടി രണ്ടുപേരും നന്നേ പരിശ്രമിച്ചു. They were less than 3 meters away. അവർ രണ്ടുപേരും 3 മീറ്റർ മാത്രം അകലെയാണ് എൻ്റെ ലൈഫ് റാഫ്റ്റിൽ നിന്നും. I figured that if they got just a little closer, I could hold out an oar for them to grab. ഞാൻ മനസ്സിലാക്കി, ഒരു കുറച്ചും കൂടി എൻ്റെ അടുത്തേക്ക് അധികം അടുത്ത് വരികയാണെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പങ്ക അവരുടെ അടുത്തേക്ക് നീട്ടിക്കൊടുക്കാം, എൻ്റെ തുഴ അവർക്ക് നീട്ടിക്കൊടുക്കാം, അതിൽ പിടിച്ചുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ബോട്ടിലോട്ട് കയറാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. But at that moment, a gigantic wave lifted the raft, and from the top of the huge crest, I could see the mast of the small ship heading away from me. But at that moment, a gigantic wave lifted the raft. പക്ഷേ ഞാൻ അങ്ങനെ അവരുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്നൊരു വലിയൊരു തിരമാല വന്ന് എൻ്റെ ബോട്ടിനെ പൊക്കിയെടുത്തു. ബോട്ട് പൊങ്ങി ആ തിരമാലയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് വളരെ ദൂരെയായിട്ട് ഒരു ബോട്ട് എന്നിൽ നിന്നും ദൂരോട്ട് അകന്നകന്ന് പോകുന്നതായിട്ട് കാണാൻ പറ്റുമായിരുന്നു. When I came down again, Carabello had vanished with Cassillo hanging onto his neck. ഞാൻ തിരിച്ച് ആ തിരമാലയിൽ നിന്നും ബോട്ട് താഴേക്ക് വന്നപ്പോൾ കാരബെല്ലോയും കാസിലോയും രണ്ടുപേരും അപ്രത്യക്ഷമായിരുന്നു. Alone 2 meters away, Rengifo was still swimming calmly towards the raft. 2 മീറ്റർ ദൂരെയായി രഞ്ജിഫോ എൻ്റെ അടുത്തോട്ട് വളരെ ശാന്തമായി തുഴഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. I don't know why I did this absurd thing. Knowing I couldn't move forward, I put the oar in the water as though trying to prevent the raft from moving, trying to anchor it in place. അത് ഞാൻ എന്തിനാണ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. തുഴഞ്ഞിട്ട് ബോട്ട് മുന്നോട്ട് പോകാതിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ തുഴയെടുത്ത് വെള്ളത്തിലോട്ടിട്ടു. എന്തിനു വേണ്ടിയായിരുന്നു? അത് ഒരു വിഡിത്തമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ബോട്ടിനെ അനങ്ങാതെ നിർത്താൻ വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ ഒരു പൊട്ട പ്രവൃത്തി ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. Rengifo, exhausted, paused a moment, then raised his arm as he had when he held his headphones aloft and shouted again, "Fatso, row over here!" Rengifo was exhausted, means he was very tired. Paused a moment, then raised his arm as he had when he held his headphones aloft. Headphones പൊക്കി പിടിച്ച പോലെ തൻ്റെ കൈകൾ അദ്ദേഹം പൊക്കി പിടിച്ചു. He was very tired and he wanted me to come over him. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി അദ്ദേഹം കൈകൾ പൊക്കിക്കൊണ്ട് സിഗ്നൽ തന്നു. അദ്ദേഹം എന്ത് വിളിച്ചു പറഞ്ഞു? "Fatso, row over here!" തടിയ ഇങ്ങോട്ട് തുഴഞ്ഞു പോവാ എന്ന് എന്നോട് ഒച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. The wind was blowing from his direction. I yelled that I couldn't row against the wind, that he should make another try. But I felt he hadn't heard me. The crates of cargo had disappeared, and the life raft danced from side to side. The wind was blowing from his direction. Here you can see, his direction means, who is the he referred here? ഇവിടെ ആരെ കുറിച്ചിട്ടാണ് he എന്ന് പറയുന്നത്? It is about Louis Rengifo. Rengifo was trying to reach the life raft and Velasco was trying to reach Rengifo. Velasco Rengifo അടുത്തോട്ട് ബോട്ട് തുഴഞ്ഞ് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. Rengifo വെലസ്കോയുടെ അടുത്തോട്ട് നീന്തി വരാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ഇവിടെ വെലസ്കോയ്ക്ക് എന്തിനു സാധിക്കുന്നില്ല? Rengifo അടുത്തോട്ട് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. ബിക്കോസ് ദ വിൻഡ് വാസ് ബ്ലോയിങ് ഫ്രം ഹിസ് ഡിറക്ഷൻ. Rengifo സൈഡിൽ നിന്നുമായിരുന്നു കാറ്റടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വെലസ്കോയ്ക്ക് Rengifo അടുത്തോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല. I yelled that I couldn't row against the wind. ഞാൻ എന്ത് വിളിച്ചു പറഞ്ഞു? What is yelling? Yell means shout very loudly. ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, I couldn't row against the wind. ഈ കാറ്റിനെതിരെ ബോട്ട് തുഴയാൻ സാധിക്കുന്നില്ല എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. That he should make another try. Rengifo വീണ്ടും ശ്രമിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ അടുത്തോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി. But I felt he hadn't heard me. പക്ഷെ എനിക്ക് തോന്നി Rengifo കേൾക്കുന്നില്ല ഞാൻ ഇവിടുന്ന് ഷൗട്ട് ചെയ്യുന്നത്. The crates of cargo had disappeared. ഷിപ്പിലുണ്ടായിരുന്ന ചരക്കുകളുടെ ബോക്സസ്, crates means boxes, had disappeared. അപ്രത്യക്ഷമായിരുന്നു.
and the life raft danced from side to side. ഞാനിരുന്ന ലൈഫ് ബോട്ട് എന്ത് ചെയ്യാണ്? കടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി മറുകയാണ്. Like it was dancing. Battered by the waves. His ship was actually dancing in the wind and it was battered by the waves. What is battered? Battered means damaged or out of shape. അദ്ദേഹത്തിന്റെ ആ ലൈഫ് ബോട്ട് ശക്തമായ കാറ്റ് കാരണം ചെറിയ പരിക്കുകൾ ആ ബോട്ടിന് സംഭവിക്കുന്നുണ്ട്. In an instant, I was 5 meters away from Rengifo and had lost sight of him. ഒരു നിമിഷ നേരം കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ 5 മീറ്റർ അകലെ എത്തി. അതിനുശേഷം അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നില്ല. I had lost sight of him. അദ്ദേഹം എന്റെ കാഴ്ചയിൽ നിന്നും മറഞ്ഞിരുന്നു. But he appeared in another spot. പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മറ്റൊരു സ്പോട്ടിൽ പൊന്തി. Still not panicking, ducking underwater to prevent the waves from sweeping him away. He was not at all panicking. What is panicking? Panicking means sudden overwhelming fear. പരിഭ്രാന്തി എന്നൊക്കെ പറയാം. അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നില്ല? പരിഭ്രാന്തി ഉണ്ടായിരുന്നില്ല. Ducking underwater to prevent the waves from sweeping him away. What is ducking? To move head down quickly to avoid getting hit. He was actually moving his head down. അദ്ദേഹത്തിന്റെ തല പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ ശക്തമായ തിരമാല വരുമ്പം കടലിനടിയിലോട്ട് അദ്ദേഹം താഴും. അതിനുശേഷം ആ തിരമാല നീങ്ങിയ ശേഷം അദ്ദേഹം പൊങ്ങുകയും ചെയ്യും. ദാറ്റ് ഈസ് ഡക്കിംഗ്. Why he did so? In order to prevent the waves from sweeping him away. അദ്ദേഹത്തെ തിരമാലകൾ അടിച്ചു ദൂരോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ആ രീതി ചെയ്തിരുന്നത്. I stood up, holding out the oar, hoping Rengifo could get close enough to reach it. ഞാൻ എന്ത് ചെയ്തു? ആ ലൈഫ് ബോട്ടിൽ ഞാൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഓർ, ആ തുഴയെടുത്ത് അദ്ദേഹത്തിന് നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പ്രതീക്ഷയോടുകൂടി രഞ്ജിഫോ എന്റെ അടുത്തോട്ട് എത്തും, അവൻ അതിൽ ആ തുഴയിൽ പിടിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന തുഴ നീട്ടിപ്പിടിച്ചുകൊണ്ട് ബോട്ടിൽ നിൽക്കാൻ സാധിച്ചു എനിക്ക്. ബട്ട് ദെൻ ഐ കുഡ് സീ ഹി വാസ് ടയറിംഗ്, ലൂസിംഗ് ഹാർട്ട്. പക്ഷെ എനിക്ക് കാണാൻ സാധിച്ചു ഹി വാസ് ടയറിംഗ്. അവൻ എന്ത് ചെയ്യാണ്? ഹി വാസ് ഗെറ്റിംഗ് ടയേർഡ്. ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നു. ബിക്കോസ് ഹി വാസ് സ്ട്രഗ്ലിംഗ് ഫോർ ഹിസ് ലൈഫ് ഫോർ എ ലോങ് ടൈം. ഒരുപാട് നേരമായി സ്വന്തം ജീവന് വേണ്ടി കടലിൽ മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ലൂയിസ് റെഞ്ചിഫോ. ഹി വാസ് ലൂസിംഗ് ഹിസ് ഹാർട്ട്. അയാൾക്ക് അയാളുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുന്നു. He called out to me again, sinking. Fatso! Fatso! അവസാനമായി അദ്ദേഹം എന്നെ ഉറക്കനെ വിളിക്കാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? He was actually sinking. Sinking means going down. ആ കടലിൽ ആഴങ്ങളിലോട്ട് മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു രഞ്ജിഫോ. He was tired. He was losing his heart. And he called out, Fatso! Fatso! എന്നെ അദ്ദേഹം ഉറക്കെ വിളിക്കാൻ വേണ്ടി ആരംഭിച്ചു. I tried to row, but it was as hopeless as the first time. ഞാൻ രഞ്ജിഫോയുടെ അടുത്തേക്ക് തുഴയാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ മുൻപത്തേതുപോലെ തീർത്തും നിരാശയായിരുന്നു ഫലം. I made a last try so that Rengifo could reach the oar. ഞാൻ അവസാനത്തെ ഒരു ശ്രമം നടത്തി. അങ്ങനെയാണെങ്കിൽ രഞ്ജിഫോക്ക് എന്റെ തുഴയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ. But the raised hand, which a few minutes earlier had been trying to keep the headphones from sinking, sank forever, less than 2 meters from the oar. പക്ഷെ ഞാൻ എന്റെ അവസാന ശ്രമം നടത്തിയെങ്കിലും ഒരിക്കലും താഴാതെ പൊന്തിച്ചു പിടിച്ചിരുന്ന കൈകൾ, ഹെഡ്ഫോൺസ് പൊക്കി പിടിച്ചിരുന്ന കൈകൾ എന്നേക്കുമായി താണു. എന്റെ തുഴയുടെ വെറും 2 മീറ്റർ അകലെ വെച്ച് രഞ്ജിഫോ വെള്ളത്തിലോട്ട് താണു പോയി. I don't know how long I stayed like that, balancing in the life raft, holding out the oar. എത്ര സമയം ഞാൻ എന്റെ തുഴയെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ആ ലൈഫ് ബോട്ടിൽ അങ്ങനെ തന്നെ നിന്നുവെന്ന് എനിക്ക് ഓർക്കാൻ സാധിക്കുന്നില്ല. I kept searching the water, hoping that someone would surface soon. ഞാൻ കടലിലോട്ട് നോക്കിക്കൊണ്ടേയിരുന്നു, ആരെങ്കിലും ഒന്ന് പൊങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയിൽ. ഇവിടെ കാണിക്കുന്നത് വെലസ്കോയുടെ നിരാശയാണ്. കാരണം ലൈഫ് ബോട്ടിൽ വെലസ്കോ എത്തിപ്പെട്ടിട്ടും ഷിപ്മേറ്റ്സിന് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല? രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അവസാനമായി രഞ്ജിഫോ ആയിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ആ രഞ്ജിഫോയും അവസാനമായി കടലിലോട്ട് താണു പോണത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ഷോക്ക്ഡ് ആയ പോലെ അദ്ദേഹം കുറെ സമയം അവിടെ അങ്ങനെ തന്നെ ആ തുഴയെ നീട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നു. But the sea was clear and the wind getting stronger. കടൽ വളരെ തെളിഞ്ഞതായിരുന്നു, പക്ഷെ കാറ്റിന്റെ ശക്തി കൂടി വന്നു. Blew against my shirt like the howl of a dog. ഒരു പട്ടിയുടെ ഓരിടൽ പോലെ എന്റെ ഷർട്ടിലൂടെ ശക്തമായ കാറ്റ് അടിച്ചുകൊണ്ടേയിരുന്നു. The cargo had disappeared. കടലിൽ ചിതറിക്കിടന്നിരുന്ന കാർഗോസ് എല്ലാം തന്നെ അപ്രത്യക്ഷമായിരുന്നു. The mast growing more distinct proved that the small ship had sunk. Mast means പായ്ക്കപ്പലിന്റെ ഏറ്റവും മുകളിലെ ടോപ്പ് ഭാഗം. അതെനിക്ക് വളരെ
കൃത്യമായി കാണാൻ സാധിച്ചിരുന്നു. Proved that the small ship hadn't sunk. ഒരു കുഞ്ഞു ഷിപ്പ് എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ മുങ്ങിയിട്ടില്ല എന്നെനിക്ക് ഉറപ്പായി. As I had first thought. ഞാൻ ആദ്യം വിചാരിച്ച പോലെ തന്നെ. I felt calm. എനിക്ക് അപ്പോഴൊരു ശാന്തത അനുഭവപ്പെട്ടു. I thought that one of my mates had managed to reach the other life raft. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഷിപ്പ്മേറ്റ് ആ ഒരു കുഞ്ഞു ബോട്ടിൽ എത്തി രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. There was no reason they shouldn't have reached it. അതിലെത്താതിരിക്കാൻ യാതൊരു കാരണവും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും ഒരാൾ അതിലെത്തിയിട്ടുണ്ടാവുക തന്നെ വേണം. The rafts were in provisioned in fact. None of the life rafts of the small ship was outfitted. ശരിക്കും പറയുകയാണെങ്കിൽ ആ ലൈഫ് റാഫ്റ്റ്സ് ഒന്നും തന്നെ പ്രൊവിഷൻഡ് ആയിരുന്നില്ല. മീൻസ് അതിനകത്ത് ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങളോ ജലമോ ഒന്നും തന്നെ കരുതിയിരുന്നില്ല. None of the life rafts of the small ship was outfitted. വേണ്ട രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒന്നും തന്നെ ഒരുക്കിയിരുന്നില്ല. കാരണം ഒരിക്കലും ഒരു കപ്പൽ അപകടം ആരും തന്നെ ഒരു യാത്രികർ മുന്നിൽ കാണുന്നില്ല. നമുക്കറിയാം, ടൈറ്റാനിക് എന്ന് പറഞ്ഞ കപ്പലിൽ വലിയ രീതിയിലുള്ള മരണസംഖ്യ ഉയരാനുണ്ടായ കാരണം ആവശ്യത്തിനുള്ള ലൈഫ് ബോട്ടുകൾ അവർ കരുതിയിരുന്നില്ല എന്നതായിരുന്നു. ബട്ട് ദർ വർ 6 of them. പക്ഷെ 6 ലൈഫ് ബോട്ടുകൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കപ്പലിൽ. അപ്പാർട്ട് ഫ്രം ദ റോ ബോട്ട്സ് ആൻഡ് ദ വെയിലേഴ്സ്. റോ ബോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഴയാൻ സാധിക്കുന്ന ബോട്ടുകൾ. അതുകൂടാതെ വെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ തിമിംഗല വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ബോട്ടുകളെയാണ് വെയിലേഴ്സ് എന്ന് പറയുക. വെയിലേഴ്സും റോ ബോട്ട്സും കൂടാതെ 6 കൊച്ചു ബോട്ടുകളും ഞങ്ങളുടെ കപ്പലിൽ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റീസണബിൾ ടു ബിലീവ് ദാറ്റ് സം ഓഫ് മൈ മേറ്റ്സ് ഹാഡ് റീച്ച്ഡ് ദ അതർ ലൈഫ് റാഫ്റ്റ്സ്. എന്റെ ഏതെങ്കിലുമൊക്കെ ഷിപ്പ്മേറ്റ്സ് ഇതുപോലെ ലൈഫ് ബോട്ടുകളിൽ എത്തിപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആസ് ഐ ഹാഡ് റീച്ച്ഡ് മൈൻ. കാരണം ഞാൻ എന്റേതിലെത്തിയ പോലെ അവർ ഏതെങ്കിലും ഒരു ലൈഫ് ബോട്ടിൽ ഒരു പക്ഷേ എത്തിയിട്ടുണ്ടാവാം. ആൻഡ് പെർഹാപ്സ് ദ ഡിസ്ട്രോയർ വാസ് സെർച്ചിങ് ഫോർ us. ഡിസ്ട്രോയർ എന്ന് പറയുന്നത് ഒരു പക്ഷേ സൂര്യനെ ആവാം. വെരി സൂൺ ഐ വാസ് അവെയർ ഓഫ് ദ സൺ. പെട്ടെന്നാണ് എനിക്ക് സൂര്യനെ കുറിച്ചുള്ള ബോധം എന്നിലേക്ക് വന്നത്. എ മിഡ് ഡേ സൺ, ഹോട്ട് ആൻഡ് മെറ്റാലിക്. നട്ടുച്ചയ്ക്കുള്ള സൂര്യൻ. ഇറ്റ് വാസ് വെരി ഹോട്ട്, വളരെ ചൂടേറിയ, ആൻഡ് മെറ്റാലിക്, ലോഹസമാനമായ ചുട്ടുപഴുത്ത സൂര്യൻ. Stupefied, not fully recovered, I looked at my watch. It was noon on the dot. Stupefied means surprised or shocked. I was actually surprised. ഞാൻ വളരെയധികം സർപ്രൈസ്ഡും ഷോക്ക്ഡും ആയിരുന്നു. And I was not fully recovered. ഞാൻ ഇതിന്റെ ആഘാതത്തിൽ നിന്നും മുക്തനായിട്ടില്ലായിരുന്നു. കാരണം എന്റെ കൂടെ ഉണ്ടായിരുന്ന ഷിപ്പ്മേറ്റ്സ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവുന്നുള്ള പ്രതീക്ഷയും. പക്ഷെ ഇനി എന്താണെന്ന് അറിയാത്ത ഒരു അനിശ്ചിതാവസ്ഥയായിരുന്നു വലസ്കോയെ സംബന്ധിച്ചിടത്തോളം. He was not fully recovered. I looked at my watch. ഞാൻ എന്റെ വാച്ചിലോട്ട് നോക്കി. It was noon on the dot. കൃത്യം 12 മണി. The last time Rengifo had asked me the time on the small ship, it was 11:30. അവസാനമായി രഞ്ജിഫോ എന്റെ അടുത്ത് സമയം ചോദിച്ചപ്പോൾ അത് 11:30 മണിയായിരുന്നു. I had checked the time again and the disaster had not yet occurred. ഞാൻ വാച്ച് ചെക്ക് ചെയ്തു. ആ സമയത്ത് ഈ അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. When I looked at my watch on the life raft, it was exactly noon. ഞാൻ എന്റെ വാച്ചിൽ സമയം നോക്കുമ്പോൾ കൃത്യം 12 മണിയായിട്ടുണ്ട്. It had taken only 10 minutes for everything to happen for me to reach the life raft and try to rescue my shipmates and stand motionless in the raft, searching the empty sea, listening to the sharp howl of the wind. I thought it would take them at least 2 or 3 hours to rescue me. So ഇവിടെ വലസ്കോ പറയാണ്, It had taken only 10 minutes for everything to happen for me. എന്നെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ നടക്കാൻ വേണ്ടി വെറും ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയാണ് കാര്യങ്ങൾ? ടു റീച്ച് ദ ലൈഫ് റാഫ്റ്റ്. ലൈഫ് റാഫ്റ്റിൽ ഞാൻ എത്തിപ്പെടുക. ആൻഡ് ട്രൈ ടു റെസ്ക്യൂ മൈ ഷിപ്പ്മേറ്റ്സ്. അവിടെ നിന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഷിപ്പ്മേറ്റ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് സ്റ്റാൻഡ് മോഷൻലെസ് ഇൻ ദ റാഫ്റ്റ്. ആ ലൈഫ് ബോട്ടിൽ അനങ്ങാതെ നിൽക്കുക. സെർച്ചിങ് ദ എംപ്റ്റി സീ. എന്റെ കൂട്ടുകാർ ആരെങ്കിലും ഈ കടലിൽ പൊങ്ങി വരുന്നുണ്ടോ എന്ന് തിരയുക. ലിസണിംഗ് ടു ദ ഷാർപ്പ് ഹൗൾ ഓഫ് ദ വിൻഡ്. കാറ്റിന്റെ ശക്തമായ ഓരിയുള്ള ശബ്ദം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ. ഐ തോട്ട് ഇറ്റ് വുഡ് ടേക്ക് ദം അറ്റ്ലീസ്റ്റ് 2 or 3 hours to rescue me. ഞാൻ പ്രതീക്ഷിച്ചു എന്നെ ഒരു 2-3 മണിക്കൂറിന് ശേഷം ആരെങ്കിലും രക്ഷപ്പെടുത്തുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. 2 or 3 hours I calculated. 3-4 മണിക്കൂറുകൾ ഞാൻ കണക്കുകൂട്ടി. It seemed an extraordinarily long time to be alone at sea. കടലിൽ 2-3 മണിക്കൂറുകൾ ചെലവഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിരസമാണ്. അതുപോലെ ഇറ്റ് ഈസ് എക്സ്ട്രാordinarily ലോങ് ടൈം. വളരെയധികം നീണ്ട ഒരു സമയമാണ് എന്ന് തോന്നും. ബട്ട് ഐ ട്രൈ ടു റിസൈൻ മൈസെൽഫ് ടു ഇറ്റ്. പക്ഷെ ഞാൻ ആ സമയം അവിടെ ചെലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഐ ഹാഡ് നോ ഫുഡ് ഓർ വാട്ടർ.
എനിക്കവിടെ ഭക്ഷണമോ വെള്ളമോ ഉണ്ടായിരുന്നില്ല. ആൻഡ് ബൈ 3 in the afternoon I would surely have a sneering thirst. ഏകദേശം ഒരു 3 മണി ആയപ്പോഴേക്കും എനിക്ക് അസഹ്യമായ ദാഹം തോന്നി. The sun burned my head and my skin. എൻ്റെ തലയും എൻ്റെ സ്കിന്നും എല്ലാം സൂര്യൻ്റെ ചൂടേറ്റ് കരിയുന്നുണ്ട്. Which was dry and hardened by salt. അതിൻ്റെ കൂടെ ഉപ്പ് ജലമാണ്. ആ ഉപ്പ് ഉണങ്ങിയിട്ട് എൻ്റെ സ്കിന്നും തലയെല്ലാം നന്നായി ഉണങ്ങി കട്ടി കൂടിയ പോലെ ആയിട്ടുണ്ട്. Since I had lost my cap, I splashed water on my head. എൻ്റെ ക്യാപ്പ് നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ കടലിലെ ജലം എടുത്ത് എൻ്റെ തലയിലോട്ട് സ്പ്ലാഷ് ചെയ്തു. വാട്ട് ഈസ് സ്പ്ലാഷിംഗ്? കൈകൊണ്ട് തെറിപ്പിച്ചു ജലം. ആൻഡ് ഐ ജസ്റ്റ് സാറ്റ് ഓൺ ദ സൈഡ് ഓഫ് ദ റാഫ്റ്റ്. എന്നിട്ട് ഞാൻ ആ ലൈഫ് ബോട്ടിന്റെ ഓരങ്ങളിൽ ഇരുന്നു, വെയിറ്റിംഗ് ടു ബി റെസ്ക്യൂഡ്. രക്ഷപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയോടുകൂടി. ഇറ്റ് വാസ് ഓൺലി ദെൻ ദാറ്റ് ഐ ഫെൽറ്റ് ദ പെയിൻ ഇൻ മൈ റൈറ്റ് നീ. അപ്പോഴാണ് എൻ്റെ വലതു കാൽമുട്ടിലെ വേദന ഞാൻ ശ്രദ്ധിക്കുന്നത്. ദ തിക്ക് ബ്ലൂ ഡ്രിൽ ഫാബ്രിക് ഓഫ് മൈ ട്രൗസേഴ്സ് ലെഗ് വാസ് വെറ്റ്. സോ ഐ ഹാഡ് എ ഹാർഡ് ടൈം റോളിംഗ് ഇറ്റ് അപ്പ്. അദ്ദേഹം ധരിച്ചിരുന്ന നീല കട്ടിയുള്ള ട്രൗസർ നനഞ്ഞിരുന്ന കാരണം അത് മുകളിലോട്ട് മടക്കി വെക്കാൻ നന്നേ പാടുപെട്ടു. അദ്ദേഹം അത് മുകളിലോട്ട് മടക്കി വെച്ചിട്ട് കാൽമുട്ടിന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കുകയാണ്. ബട്ട് വെൻ ഐ ഡിഡ് ഐ വാസ് സ്റ്റാർട്ടിൽഡ്. പക്ഷെ ഞാൻ മുകളിലോട്ട് എൻ്റെ ഡ്രസ്സ് റോൾ ചെയ്ത് വെച്ചപ്പോൾ ഐ വാസ് സ്റ്റാർട്ടിൽഡ് മീൻസ് ഐ വാസ് ഷോക്ക്ഡ്. ഐ സോ എ ഡീപ് ഹാഫ് മൂൺ ഷേപ്ഡ് വൂണ്ട് ഓൺ ദ ലോവർ പാർട്ട് ഓഫ് മൈ നീ. എൻ്റെ കാൽമുട്ടിന്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ചന്ദ്രക്കലയുടെ ഷേപ്പിൽ വലിയൊരു മുറിവ് ഞാൻ കണ്ടു. I didn't know if I had gashed it on the side of the ship. അതെങ്ങനെയാണ് ആ മുറിവുണ്ടായതെന്ന് എനിക്ക് അറിയാൻ സാധിച്ചില്ല. ഷിപ്പിന്റെ സൈഡിലെങ്ങാനും ഉറഞ്ഞിട്ട് സംഭവിച്ചാവാൻ സാധ്യതയുണ്ട്. ഓർ if it had happened when I hit the water. അതോ ഞാൻ കടലിൽ എനിക്ക് വീണ സമയത്ത് അവിടെ നിന്ന് സംഭവിച്ചാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. For I didn't notice it until I was seated in the life raft. കാരണം ആ ലൈഫ് ബോട്ടിൽ എത്തുന്നവരെ ഇങ്ങനെ ഒരു മുറിവ് പറ്റിയതായിട്ട് പോലും അദ്ദേഹം അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം അതിനെക്കാട്ടും വലിയൊരു കാര്യമാണെന്ത്? തന്റെ ജീവൻ നിലനിർത്തുക, മരിക്കാതെ കടലിൽ ജീവൻ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അല്ലെ, ഒരു മുറിവിനെക്കാട്ടും എത്രയോ വലിയ കാര്യമാണ്. അപ്പം ആ മുറിവെന്നുള്ള ചെറിയ കാര്യം ആ വലിയ കാര്യത്തിനിടയിൽ ഒരിക്കലും നമ്മൾ നോട്ട് ചെയ്യുകയില്ല. Though the wound burned a little, it had stopped bleeding and was completely dry because of the salt water, I imagine. എന്റെ മുറിവിൽ ചെറിയൊരു ബേണിംഗ് സെൻസേഷൻ, ഒരു നീറ്റൽ ഉണ്ടെങ്കിലും ഇറ്റ് ഹാഡ് കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് ബ്ലീഡിംഗ് ആൻഡ് ബിക്കേം ഡ്രൈ. അത് എന്റെ ബ്ലീഡിംഗ് എല്ലാം സ്റ്റോപ്പായി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. വൈ? ബിക്കോസ് ഓഫ് ദ സോൾട്ട് വാട്ടർ, ഐ ഇമാജിൻ. ഞാൻ വിചാരിക്കുന്നു ഉപ്പുവെള്ളം തട്ടിയത് കാരണമായിരിക്കണം അത് ഉണങ്ങുകയും നന്നായിട്ട് ബ്ലീഡിംഗ് എല്ലാം സ്റ്റോപ്പ് ആവുകയും ചെയ്തിട്ടുണ്ട്. Uncertain as to what to do, I decided to make an inventory of my belongings. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അരക്ഷിതാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് തീരുമാനിച്ചു? എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെയൊക്കെ ഒന്ന് വീണ്ടും എടുത്ത് പരിശോധിച്ച് നോക്കാമെന്ന് ചിന്തിച്ചു. I wanted to figure out what I could count on in my solitude at sea. എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെയൊക്കെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്താമെന്ന് ഞാൻ തീരുമാനിച്ചു, എൻ്റെ കടലിലെ ഏകാന്തത ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. First of all, I could rely on my watch. ആദ്യം ഞാൻ വിചാരിച്ചു കുറെ സമയം എൻ്റെ വാച്ചിൽ ചിലവഴിക്കാം. Which kept perfect time. അതിനകത്തുള്ള ടൈമിംഗ് വളരെ കൃത്യമായിരുന്നു. And which I couldn't stop glancing at every 2 or 3 minutes. ആ വാച്ചിലോട്ട് ഓരോ 2-3 മിനിറ്റ് കഴിയുന്നതനുസരിച്ച് എനിക്ക് നോക്കാതിരിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. In addition, I had my gold ring which I had bought in Cartagena the year before. അത് കൂടാതെ എൻ്റെ കയ്യിൽ ഒരു ഗോൾഡ് റിംഗ് ഉണ്ടായിരുന്നു. അത് ഞാൻ കാർട്ടജീനയിൽ നിന്നും ഒരു വർഷം മുമ്പ് വാങ്ങിച്ചതായിരുന്നു. And a chain with a medal of the Virgin of Carmen on it. കൂടാതെ എൻ്റെ കയ്യിലൊരു ചെയിൻ ഉണ്ടായിരുന്നു. ആ ചെയിൻ ഇപ്പോൾ എന്താ ഉണ്ടായിരുന്നത്? എ മെഡൽ ഓഫ് ദ വിർജിൻ ഓഫ് കാർമൺ. കാർമൺ വിർജിന്റെ ഒരു ലോക്കറ്റ് ഉള്ളൊരു മെഡൽ മീൻസ് എ ലോക്കറ്റ് ഉള്ള ഒരു ചെയിൻ ആയിരുന്നു അത്. ഓൾസോ പർച്ചേസ്ഡ് ഇൻ കാർട്ടജീന. അതും ആ ഒരു ചെയിനും ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു? കാർട്ടജീനയിൽ നിന്നും വാങ്ങിച്ചായിരുന്നു. ഫ്രം അനദർ സെയിലർ ഫോർ 35 pesos. 35 പെസോസിന് ഞാൻ കാർട്ടജീനയിലെ ഒരു സെയിലറുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച ചെയിൻ ഞാൻ കുറെ സമയം നോക്കിക്കൊണ്ടിരുന്നു. In my pockets I had nothing but the keys to my locker on the small ship and 3 business cards I had been given at a store in Mobile one day in January when I had gone out shopping. അതുകൂടാതെ എൻ്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? In my pockets I had nothing but the keys to my locker. എൻ്റെ ഷിപ്പിനകത്തുള്ള സ്മോൾ ഷിപ്പിനകത്തുള്ള ലോക്കറിലെ കീ ഉണ്ടായിരുന്നു. അതുകൂടാതെ 3 ബിസിനസ് കാർഡ്സ്, 3 ബിസിനസ് കാർഡ്സ് ഉണ്ടായിരുന്നു. ഐ ഹാഡ് ബീൻ ഗിവൺ അറ്റ് എ സ്റ്റോർ ഇൻ മൊബൈൽ.
മൊബൈലിലുള്ള ചില ഷോപ്പുകളിൽ നിന്നും ഞാൻ സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ബിസിനസ് കാർഡ്സ്. മൊബൈൽ ഈസ് എവിടെയായിരുന്നു മൊബൈൽ? ഇറ്റ് ഈസ് ഇൻ അലബാമ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അവിടെ നിന്ന് അദ്ദേഹം പർച്ചേസ് ചെയ്തപ്പോൾ കിട്ടിയ ബിസിനസ് കാർഡ്സ്. വൺ ഡേ ഇൻ ജനുവരി വെൻ ഐ ഹാഡ് ഗോൺ ഔട്ട് ഷോപ്പിംഗ്. കഴിഞ്ഞ ജാനുവരിയിൽ അദ്ദേഹം അവിടെ ഷോപ്പിംഗ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച 3 ബിസിനസ് കാർഡ്സ് അദ്ദേഹം നോക്കിക്കൊണ്ടേയിരുന്നു. സിൻസ് ഐ ഹാഡ് നത്തിങ് ടു ഡു, ഐ റെഡ് ദ കാർഡ്സ് ഓവർ ആൻഡ് ഓവർ ടു ഡിസ്ട്രാക്ട് മൈസെൽഫ് അൺടിൽ ഐ വാസ് റെസ്ക്യൂഡ്. എനിക്കൊന്നും ചെയ്യാനില്ലാത്തത് കാരണം എൻ്റെ ശ്രദ്ധ, എൻ്റെ ബോറിംഗ് മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഐ ട്രൈ ടു ഡിസ്ട്രാക്ട് മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ എൻ്റെ ശ്രദ്ധ എന്തിലേക്ക് തിരിച്ചുവിട്ടു? ടു ദ കാർഡ്സ്. ആ കാർഡുകൾ തന്നെ മറിച്ചും വീണ്ടും നോക്കിക്കൊണ്ടേയിരുന്നു. അൺടിൽ ഐ വാസ് റെസ്ക്യൂഡ്. എന്നെ രക്ഷപ്പെടുത്തുന്നവരെ ഞാൻ ആ രീതിയിൽ സമയം ചെലവഴിച്ചു. ലൂയിസ് അലഹാൻഡ്രോ വെലാസ്കോ എന്ന് പറയുന്ന 20 വയസ്സുകാരനായ നാവികൻ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി കൊണ്ട് ഈ രീതിയിൽ ആ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നതായിട്ടാണ് നമ്മൾ സ്റ്റോറിയിൽ എൻഡ് ചെയ്യുമ്പോൾ കാണുന്നത്. എല്ലാവർക്കും സ്റ്റോറി നന്നായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.